ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല പകൽക്കാലം വീണ്ടും കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യയായിരിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ ചിന്തിപ്പിച്ച ദൈവിക വചനം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ആ പടകുകൾ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കി മീനെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് എന്തെന്ന് ആമേ ചോദിച്ചാല ആമേൻ ഹല്ലേലൂയ. ശീമോൻ ഉള്ള പടക് ഗന്നേസര തടാകത്തിന്റെ കരയിൽ കിടക്കുന്ന പടകിലേക്ക് യേശു എന്ന് വെച്ചാൽ ഒരു രാത്രി മൊത്തം അധ്വാനിച്ചിട്ട് യാതൊന്നും കിട്ടാതെ ഭാരപ്പെട്ട് വരഞ്ഞോ ആമെ വേദനയോടെ ഇരുന്ന പത്രോസിനെ അന്വേഷിച്ചോ പത്രോസിന്റെ ഭവനത്തിൽ ചെന്ന് ആമി പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കിയ കർത്താവ് വീണ്ടും ഗന്നേസര തടാകത്തിന്റെ തീരത്ത് വന്ന് ആമി പത്രോസിന്റെ പടകിൽ കയറി എന്ന് തിരുവഴുത്തിൽ വായിക്കുന്നു. ആമീൻ സ്തോത്രം ഹല്ലേലൂയ. അതുവരെ ഹല്ലേലൂയ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും ആശ്രയിച്ച് അധ്വാനിച്ച പത്രോസിന്റെ ജീവിതത്തിൽ ശൂന്യമായ അനുഭവങ്ങൾ മാത്രം ആമീൻ ഉള്ളപ്പോൾ യേശു പടകിൽ കയറിയിട്ട് പറയുന്നു, ശിമോനെ പടകിന്റെ വലതുഭാഗത്ത് വലയിറക്കാനെന്ന്. മഹത്വത്തിന്റെ അനുഭവത്തിലേക്ക് പത്രോസ് വലയിറക്കാൻ യേശു കൽപ്പിച്ചപ്പോൾ പത്രോസ് പറഞ്ഞതനുസരിച്ച് കരയിൽ കിടക്കുന്ന പത്രോസിനോട് പടകൽപ്പം മുൻപോട്ട് നീക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ആത്മീയ തലത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയോ ആരാധനയോ ഇല്ലാതിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ശോധന ചെയ്തു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ പടക് ഹല്ലേലൂയ അല്പം മുൻപോട്ട് നീക്കണം കരയിൽ നിന്നും. ആ പടക് വെള്ളത്തിൽ ആരാധനയുടെ ആഴത്തിലേക്ക് ഇറങ്ങണം. ആഴത്തിൽ ഇറങ്ങിയാൽ മഹത്വത്തിന്റെ അനുഭവത്തിൽ യേശു കർത്താവ് കൽപ്പിക്കുന്ന നന്മ നിന്റെ ജീവിത പടകിൽ വെളിപ്പെടാൻ പോകുന്നെന്നുള്ളത് ഈ പകൽക്കാലം ഞാൻ ഓർപ്പിക്കുക. പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥം ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ഗന്നേസര തടാകത്തിന്റെ ആഴത്തിൽ അനേകർ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്തവന് വേണ്ടി കരുതി വെച്ച നന്മ അവന്റെ ജീവിതത്തിൽ അവന്റെ വലയിൽ അകപ്പെടുവാൻ ഇടയായി. അവനെ തുറിച്ചു നോക്കി ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു പരിഹസിച്ച് നോക്കിയിരുന്നവർ കാണുക വല കീറാറാകുന്ന വിധത്തിൽ അവന്റെ വലയെ ദൈവം മത്സ്യത്തെ കൊണ്ട് നിറച്ചു. ഇന്ന് പകൽക്കാല ദൈവാത്മാ പറയുകയാ, നിന്റെ പ്രാർത്ഥനയുടെ ആഴം വർദ്ധിപ്പിക്കണം, ആരാധനയുടെ ആഴം വർദ്ധിപ്പിക്കണം. ആരാധനയും പ്രാർത്ഥനയും വെളിപ്പെട്ടു വന്നാൽ ആഴത്തിൽ കിടക്കുന്ന നന്മ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ളത് ഞാൻ ദൈവാത്മാവിൽ ഓർപ്പിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ ഗലീലക്കടലിന്റെ ഓളപ്പരപ്പുകൾക്കിടയിൽ ഒഴുകി വന്ന മത്സ്യത്തിന്റെ ഉള്ളത്തിലെ ചതുർദ്രമ പണത്തെ സ്വർഗത്തിലെ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ആഴത്തിൽ കിടക്കുന്ന അനുഗ്രഹത്തെ ഇന്ന് പകൽക്കാലം അവൻ പുറത്തു കൊണ്ടുവന്നു നിന്റെ ജീവിത പടകിൽ നിറയ്ക്കാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം സഹായിക്കും.